എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ ചോച്ചി അവൻ ആ ബട്ടർഫ്ലൈ സ്റ്റൈലില് അങ്ങനെ ഹായിട്ട് നിൽക്കും. ചോച്ചി നിലവിളിച്ച് പറയും, ഈനോ ഷിക്കമരു, നിങ്ങളുടെ രണ്ടുപേരുടെ ഹെൽപ്പ് എനിക്ക് ആവശ്യമാണ്. നിങ്ങളുടെ സപ്പോർട്ട് അതെനിക്കുണ്ടെങ്കിൽ ഞാൻ തന്നെ ഈ ഒരു വാറ് അത് പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കും. കട്ട് ചെയ്താ ഇവിടെ കുട്ടപ്പൻ അവൻ ഒരുപാട് തളർന്ന് അങ്ങനെ വീണ് കിടക്കുകയാണ്. കുട്ടപ്പൻ കില്ലർ ബിയോട് പറയും, കുറച്ചു മുൻപേ എന്റെ ഇമാജിനേഷനിലേക്ക് എന്തോ ഒന്ന് വന്നു. ആരോ ഒരാള് നയൻ ടൈൽ ഫോർമേഷനിലേക്ക് മാറുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. എന്നെ പോലെ നയൻ ടൈലിന് പവറുള്ള ആരോ ഒരാള് പുറത്തുണ്ട്. അതിന് കില്ലർ ബി പറയും, അങ്ങനെ ആരുമില്ല, നയൻ ടൈല് അത് നിന്റെ ബോഡിയിൽ മാത്രമാണ്. അപ്പോഴായിരിക്കും ആ എയ്ത്ത് ടൈല് അവനിപ്പോ കില്ലർ ബിയോട് പറയും, കുട്ടപ്പൻ അവൻ നയൻത്ത് ടൈലിന്റെ ആ ഒരു ട്രാൻസ്ഫർമേഷൻ അത് ശരിക്കും സെൻസ് ചെയ്തത് തന്നെയാണ്. ആ ഗോൾഡൻ സിൽവർ ബ്രദേഴ്സിന്റെ കയ്യില് നയൻ ടൈലിന്റെ പവർ ഉണ്ട്. അവരാണ് ആ പവർ ഉപയോഗിച്ച് ഇപ്പൊ നയൻത്ത് ടൈൽ ട്രാൻസ്ഫർമേഷനിലേക്ക് മാറിയത്. ഇനി നീ വേണം എന്തെങ്കിലും ചെയ്യാനായിട്ട്. കുട്ടപ്പൻ അവൻ പുറത്ത് വാർ നടക്കുന്ന കാര്യം അത് മനസ്സിലാക്കി കഴിഞ്ഞ വലിയ അപകടമാണ്. അപ്പൊ കുട്ടപ്പൻ അവൻ ക്യാഷ്വലായിട്ട് ചോദിക്കും, ഇവിടെ ബാത്റൂം എവിടെയാ ഉള്ളത്? എനിക്ക് അത്യാവശ്യമായിട്ട് ഒന്ന് ബാത്റൂമിൽ പോണം. അതിന് കില്ലർ ബി പറയും, ബാത്റൂം ഇവിടെ അല്ല, പുറത്താണ്. അത് കേൾക്കേണ്ട താമസം കുട്ടപ്പൻ ഞാൻ അത്യാവശ്യമായിട്ട് ഒന്ന് ബാത്റൂമിൽ പോയിട്ട് വരാന്ന് പറഞ്ഞ് അവൻ പുറത്തേക്ക് ഓടും. അത് കണ്ടുടനെ എഴുത്തിട്ടയില് അവൻ നിലവിളിച്ചു പറയും, കില്ലർ ബി കുട്ടപ്പനെ പിടിക്ക്, അവൻ രക്ഷപ്പെട്ട് പുറത്തേക്ക് പോവാണ്. അവനിപ്പോ പോയാ അത് വലിയ അപകടമാണ്. ഉടനെ കില്ലർ ബി അവനിപ്പോ റെയ്ക്കാഗയ്ക്ക് ഈ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യും. അത് കേട്ട് റെയ്ക്കാഗ ആള് ഷോക്കാവും. ഉടനെ ഹൊക്കാഗി അതിന്റെ ടെൻഷനാവും. അതിന് റെയ്ക്കാഗ പറയും, പേടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഓർഡർ മാത്രം തന്നാ മതി. കുട്ടപ്പനെ തടയുന്ന കാര്യം അത് ഞാൻ ഏറ്റു. അതിന് ഹൊക്കാഗെ ആളിപ്പോ ഓക്കെ പറയും. ഉടനെ റെയ്ക്കാഗ കുട്ടപ്പനെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഇപ്പൊ ഒരുപാട് ഷിനോബികളെ അവിടേക്ക് അയക്കും. കുട്ടപ്പനാണെങ്കില് ഇപ്പൊ അവരെ കണ്ട് ഷോക്കാവും. അവര് പറയും, നീ ഒരു കാരണവശാലും ഇവിടം വിട്ട് പോവാൻ പാടില്ല. അത് കേട്ട് കുട്ടപ്പൻ അവൻ വണ്ടടിച്ച്, എന്തിനായിരിക്കും എന്നെ തടയാൻ ഇത്രയും പേര് ഇവിടേക്ക് വന്നിരിക്കുക? അപ്പോഴായിരിക്കും ഷിനോയുടെ പപ്പ ആള് പറയാ, കുട്ടപ്പ തൽക്കാലം നിന്നെ പുറത്തേക്ക് പോകാനായിട്ട് ഞങ്ങൾ അനുവദിക്കില്ല. ഇപ്പൊ നീ മര്യാദയ്ക്ക് അകത്തേക്ക് പോയി ട്രെയിനിങ് എടുക്ക്. അത് കേൾക്കുമ്പോ കുട്ടപ്പന് അവൻ ഒരുപാട് കൺഫ്യൂസ്ഡ് ആവും. കാരണം ഷിനോയുടെ പപ്പ ആളെന്തിന് ഇവിടേക്ക് വരണം? കുട്ടപ്പൻ പറയും, എന്തൊക്കെ സംഭവിച്ചാലും ഞാനിപ്പോ തിരികെ പോവില്ല. എനിക്ക് എത്രയും പെട്ടെന്ന് എന്റെ ഗ്രാമത്തിലേക്ക് എത്തണം. ഉടനെ ഇറൂക്ക സെൻസായി ആള് മുൻപിലേക്ക് വരും. ഇറൂക്ക സെൻസായി പറയും, ഞങ്ങൾ എന്തിനാണ് ഇവിടേക്ക് വന്നത് എന്നല്ലേ നിനക്കറിയേണ്ടത്. ഇത് ആക്ച്വലി ഞങ്ങളുടെ രണ്ടാമത്തെ മിഷനാണ്. പുറത്ത് വലിയൊരു മോൺസ്റ്റർ ചുറ്റിത്തിരിയുന്നുണ്ട്. അതിൽ നിന്ന് നിന്നെ പ്രൊട്ടക്ട് ചെയ്യുക എന്നതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം. ഞാനും കുറച്ചു മുൻപ് എന്റെ ഇമാജിനേഷനിൽ നയൻ ടൈലിനെ പോലെ ഒരു ബീസ്റ്റിനെ കണ്ടു. അതിനെക്കുറിച്ചാണോ നിങ്ങളും പറയുന്നേ? അത് കേട്ട് ഇറൂക്ക ആള് പറയും, അതെ, നിന്റെ വയറ്റിലുള്ള ആ നയൻ ടൈൽ മോൺസ്റ്റർ അതിന്റെ അതേ ഫോമിലുള്ള മറ്റൊരു മോൺസ്റ്റർ ആണ് ഇപ്പൊ പുറത്തുള്ളത്. ഈ ഒരു അവസ്ഥയില് നീ പുറത്തേക്ക് പോവാണെങ്കിൽ ഉറപ്പായിട്ടും നിന്റെ ബോഡിയിലെ ആ ഒരു നയൻ ടൈല് അതും പുറത്തേക്ക് വരും. അത് വലിയ അപകടമാണ്. അതിന് കുട്ടപ്പൻ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ യാമുട്ടോ സെൻസായി ആളെവിടെ? അതിന് ഷിനോയുടെ പപ്പ, യാമുട്ടോ സെൻസായി ആൾക്കാണ് വുഡ്ജിപ്സു പവർ ഉള്ളതെന്ന് നിനക്കറിയില്ലേ? അതുപയോഗിച്ചാണ് ഇപ്പൊ അതിനെ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ യാമുട്ടോ അതിനെ സീൽ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ നീ ദയവ് ചെയ്ത് അകത്തേക്ക് പോ. പക്ഷെ കുട്ടപ്പൻ അവന്റെ കൺഫ്യൂഷൻ അത് വീണ്ടും അടങ്ങില്ല. അവൻ ഒരു സെക്കൻഡ് ആ ഷിനോബി പറഞ്ഞ കാര്യം അത് ആലോചിക്കാൻ തുടങ്ങും. ഇവിടെയുള്ള എല്ലാ മോൺസ്റ്റേഴ്സിനെയും മൃഗങ്ങളെയും അങ്ങനെ എല്ലാറ്റിനെയും കില്ലർ ബി ആണ് കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ കുട്ടപ്പന് മനസ്സിലാവും ഇവര് പറയണ കള്ളമാണ്. കാരണം കില്ലർ ബിയെ എല്ലാ മോൺസ്റ്റേഴ്സിനും ഭയങ്കര പേടിയാണ്. കുട്ടപ്പൻ പറയും, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, ആ മോൺസ്റ്ററിനെ കൺട്രോൾ ചെയ്യാൻ യാമുട്ടോ സെൻസായി ഉറപ്പായിട്ടും ഞാൻ ഹെൽപ്പ് ചെയ്യും. കുട്ടപ്പൻ ഉഷാറായിട്ട് ഇപ്പൊ സേജ് മോഡില് പുറത്തേക്ക് ഓടാൻ തുടങ്ങും. അക്കിമിച്ചി ക്ലാനിലുള്ള രണ്ടുപേര് അവര് കുട്ടപ്പനെ തടയും. കുട്ടപ്പൻ ഓടി വന്ന് അവരെ രണ്ടുപേരെ ഇടിച്ചിട്ട് ഇപ്പൊ പുറത്തേക്ക് എടുത്ത് ചാടും. ഉടനെ കുട്ടപ്പന്റെ ഹെഡ് ബാൻഡ് അത് ഊരി താഴെ വീഴും. അപ്പൊ നാര ക്ലാനിലുള്ള ആരോ ഒരാള് ഷാഡോ ജിപ്സ് ഉപയോഗിച്ച് കുട്ടപ്പൻ അങ്ങനെ ഫ്രീസ് ചെയ്ത് നിർത്തും. പക്ഷെ അപ്പോഴായിരിക്കും കുട്ടപ്പൻ അവൻ ശരിക്കും ഷോക്കാവുക. കാരണം അവന്റെ സേജ് മോഡ് ആ ഷാഡോ ജിപ്സുവിനെ അബ്സോർബ് ചെയ്ത് പുറത്ത് എന്താണ് നടക്കുന്നതെന്ന് കുട്ടപ്പന് കറക്റ്റായിട്ട് കാണിച്ചു കൊടുക്കും. പുറത്ത് ആ വാർ നടക്കുകയാണ്. ഒരുപാട് ആൾക്കാര് വാറില് ദാരുണമായിട്ട് കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഉടനെ ഇറൂക്ക സെൻസായി ആൾക്ക് മനസ്സിലാവും കുട്ടപ്പൻ എല്ലാ കാര്യവും തിരിച്ചറിഞ്ഞെന്ന്. ഇറൂക്ക പറയും, പുറത്ത് യുദ്ധം നടക്കുകയാണ്. മാതുര അവനവന്റെ ടീമുകളെ അയച്ചുവിട്ട് ഇപ്പൊ വലിയ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മാതുരയുടെ മെയിൻ ഫോക്കസ് നിന്റെ ബോഡിയിലുള്ള ആ നയൻ ടൈലിനെയും
എയ്ത്ത് ടൈലിനെയാണ്. അതുകൊണ്ടാണ് ഇതൊന്നും അറിയിക്കാതെ നിന്നെ സേഫ് ആയിട്ട് ഇവിടേക്ക് കൊണ്ടുവന്നത്. ആ ടൈൽഡ് ബീസ്റ്റുകളെ അവരുടെ കയ്യിൽ കിട്ടിയ പിന്നെ ഈ ലോകത്തെ പോലും അവർ നശിപ്പിച്ചു കളയും. കട്ട് ചെയ്ത കുട്ടപ്പൻ അവൻ ഒരു സെക്കൻഡ് പെയിൻ പറഞ്ഞ കാര്യങ്ങള് അതിപ്പോ ആലോചിക്കാൻ തുടങ്ങും. പെയിൻ അവസാനമായിട്ട് പറയും, ഈ വാറ് അതൊക്കെ അവസാനിക്കും, ലോകത്തിൽ സമാധാനം അത് നീ കൊണ്ടുവരും, നിന്നെ ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുകയാണ്. കട്ട് ചെയ്ത പ്രസന്റില് ഇപ്പൊ എറൂക്ക ആള് വീണ്ടും പറയും, കുട്ടപ്പ ദയവ് ചെയ്ത് ഞങ്ങൾ പറയുന്ന കേൾക്കണം, നീ തിരികെ പോ. അതിന് കുട്ടപ്പൻ, ഇറൂക്ക സെൻസായി, എന്നെ ആദ്യം തിരിച്ചറിഞ്ഞത് നിങ്ങളാണ്. എന്നില് നിങ്ങൾക്ക് യാതൊരു വിശ്വാസവും ഇല്ലേ? ഉറപ്പായിട്ടും ഈ ലോകത്ത് സമാധാനം അത് ഞാൻ തന്നെ കൊണ്ടുവരും, എന്നെ കൊണ്ട് മാത്രമേ അതിന് കഴിയൂ. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കില് മിസുകി അവൻ റെയ്ക്കാഗയോട് ചോദിക്കും, ആ നറൂട്ടോ അവനൊരു മോൺസ്റ്റർ ആണ്, അവനെ വിശ്വസിച്ച് ഈ ഒരു മിഷനിൽ കൂടെ കൂട്ടിയത് ഒട്ടും ശരിയായില്ല. അതിന് ഇറൂക്ക, നീ പറഞ്ഞത് ശരിയാണ്, അവന്റെ ബോഡിയിൽ ഒരു മോൺസ്റ്റർ ഉണ്ട്, പക്ഷെ അവന്റെ മനസ്സ് അത് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. അവന്റെ മനസ്സ് അത്രയ്ക്ക് നല്ലതാണ്. ഗ്രാമത്തിനു വേണ്ടിയും അവന്റെ ഫ്രണ്ട്സിനു വേണ്ടിയും മാത്രമാണ് അവൻ ഇത്രയും കാലം ജീവിച്ചത്. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഒറ്റയ്ക്ക് നിന്ന് പൊരുതി അവനിപ്പോ നമ്മുടെ ഇടയിൽ ഒരാളായി മാറി പവർഫുള്ളായി വന്നുകൊണ്ടിരിക്കുകയാണ്. അത് കേട്ട് കുട്ടപ്പൻ അവനിപ്പോ ഷോക്കാവാൻ തുടങ്ങും. കട്ട് ചെയ്ത പ്രസന്റില് ഇപ്പൊ ഇറൂക്ക സെൻസായി പറയും, കുട്ടപ്പ നീ എനിക്ക് എന്റെ സ്റ്റുഡൻസിൽ വെച്ച് ഏറ്റവും ഫേവറേറ്റ് ആണ്, എന്റെ ഒരു ബ്രദറിനെ പോലെയാണ് ഞാൻ നിന്നെ കാണുന്നത്. അത് കേട്ട് കുട്ടപ്പൻ അവൻ ഒരുപാട് വിഷമായി അങ്ങനെ തല താഴ്ത്തി നിൽക്കും. അപ്പൊ ആ ഒരു സേജ് മോഡും ഇപ്പൊ പതിയെ പതിയെ അങ്ങനെ വിട്ടുമാറാൻ തുടങ്ങും. എല്ലാ വേദനയും ഇനി നീ ഒറ്റയ്ക്ക് ചുമക്കാനായിട്ട് ഞാൻ അനുവദിക്കില്ല. അതിന് കുട്ടപ്പൻ അവൻ പറയും, ഉറപ്പായിട്ടും ഞാൻ ഇറൂക്ക സെൻസയുടെ വിശ്വാസം അത് കാത്തു സൂക്ഷിക്കും. എന്നെ വിശ്വസിച്ച് എനിക്ക് അങ്ങ് തന്ന ഹെഡ് ബാൻഡാണ് അവിടെ കിടക്കുന്നത്, അതെന്റെ കയ്യിൽ ഉള്ളിടത്തോളം കാലം ഞാൻ ഒരിക്കലും ഈ ബാറ്റിൽ തോക്കില്ല. ഉടനെ ഇറൂക്ക സെൻസായി ആൾ അങ്ങനെ നടന്നു വന്ന് ആ ബാൻഡ് എടുത്ത് കുട്ടപ്പന്റെ കയ്യിൽ കൊടുക്കും. സെൻസായി പറയും, ഇതാണ് എന്റെ തീരുമാനം, നീ ഇനി എവിടേക്കും പോകുന്നില്ല എന്ന് പറഞ്ഞ് കുട്ടപ്പനെ മുഴുവനായിട്ടും ഇപ്പൊ മാസ്റ്റർ ജിപ്സ് ഉപയോഗിച്ച് അങ്ങനെ സീൽ ചെയ്ത് നിർത്തും. അതിന് കുട്ടപ്പൻ അവന്റെ 9 ടൈലിന്റെ പവർ അത് കൺട്രോൾ ചെയ്യും. അവൻ ആ സീൽ ബ്രേക്ക് ചെയ്ത് ഇപ്പൊ പുറത്തേക്ക് ഹായ് ആയിട്ട് വമ്പ സ്പീഡിൽ പോവും. അത് കണ്ട് ഷിനോടെ പപ്പ ആൾ ഇൻസെക്റ്റിനെയൊക്കെ വെച്ച് കുട്ടപ്പനെ പിടിക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ അപ്പോഴേക്കും കുട്ടപ്പൻ അവൻ ചാടി ഓടി ഒരുപാട് ദൂരത്തേക്ക് എത്തിയിരിക്കും. കുട്ടപ്പനാണെങ്കിൽ ഇപ്പൊ ഒരുപാട് വിഷമത്തില് മുൻപോട്ട് പോവും. അപ്പോഴായിരിക്കും അവനവന്റെ ബാൻഡ് അത് ശ്രദ്ധിക്കുക. അതിന്റെ തൊട്ടു പുറകിലായിട്ട് ഒരു പേപ്പർ കാണും. അവനതെടുത്ത് വായിക്കും. അത് മറ്റാരുടെ ലെറ്റർ അല്ല, ഇറൂക്ക സെൻസായുടേതാണ്. മാസ്റ്റർ പറയും, ഉറപ്പായിട്ടും നീ ഈ ബാറ്റില് ഇറങ്ങണം, നിന്നിലാണ് ഈ ലോകത്തിന്റെ രക്ഷ. സോ തീർച്ചയായിട്ടും ആ വില്ലന്മാരെ തോൽപ്പിച്ച് 5 രാജ്യങ്ങളെയും നീ വേണം തിരികെ പിടിക്കാൻ. എന്തൊക്കെ സംഭവിച്ചാലും ജീവനോടുകൂടെ നീ തിരികെ വരണം. ഉടനെ കുട്ടപ്പൻ അവൻ ഒരുപാട് ഹാപ്പിയായി ആ ബാൻഡ് തലയിൽ കെട്ടി ഇപ്പൊ മുൻപോട്ട് ഓടും. കട്ട് ചെയ്ത കില്ലർ ബി അവനിപ്പോ ഇറൂക്കയുടെ അടുത്തേക്ക് വരും. ഉടനെ ഇറൂക്ക, താങ്ക് യു സോ മച്ച്, നീയാണ് ഇത്രയും ദിവസം കുട്ടപ്പനെ പ്രൊട്ടക്ട് ചെയ്തത്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ റേക്കാക ആള് പറയും, ലേഡി ഹൊക്കാകെ ഇതുവരെ കുട്ടപ്പനെ കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കുട്ടപ്പൻ ഇപ്പോ ആ ബാറ്റിൽ ഫീൽഡ് ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഹൊക്കാകെ എനിക്ക് മനസ്സിലാവും അത് ഇറൂക്കയുടെ പണിയാണ്. ഉറപ്പായിട്ടും ഇറൂക്ക അവൻ തന്നെയാണ് കുട്ടപ്പനെ വിട്ടയച്ചത്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ വീണ്ടും ആ ഐലാൻഡിന് ചുറ്റും ആ ആമയ്ക്ക് ചുറ്റും റേക്കാകയുടെ ടീം വലിയൊരു കവചം ക്രിയേറ്റ് ചെയ്യും. കുട്ടപ്പനാണെങ്കിൽ അത് കാണുമ്പോൾ തന്നെ ടെൻഷനാവും. അത് ക്രോസ് ചെയ്ത് എന്നെ കൊണ്ട് പോവാൻ കഴിയോ? അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. നമ്മുടെ കില്ലർ ബി അവൻ വലിയൊരു ബോംബുണ്ടാക്കി ആ ഒരു കവചത്തിലേക്ക് ഇപ്പൊ ആഞ്ഞടിപ്പിക്കും. കുട്ടപ്പൻ തിരിഞ്ഞു നോക്കും. നമ്മുടെ കില്ലർ ബി കുട്ടപ്പനെ നോക്കി ചിരിക്കും. ബി പറയും, അതൊരു സാധാരണ കവചമല്ല, നമുക്ക് 2 പേർക്കും ചേർന്ന് അത് തകർത്ത് യുദ്ധത്തിൽ പോയി ആ വില്ലന്മാരെ തോൽപ്പിക്കാന്ന് പറഞ്ഞ് അവർ 2 പേരും ഇപ്പൊ കൈകോർക്കും. 2 പേരും അവരുടെ മോൺസ്റ്റർ പവർ അത് കൺട്രോൾ ചെയ്ത് ആ ഒരു വലിയ കവചം അത് മുഴുവനായിട്ടും തല്ലി തകർത്ത് അങ്ങനെ പുറത്തേക്ക് ഹായ് ആയിട്ട് പോവും. അത് കണ്ട ബാരിയർ ടീം അവരങ്ങനെ ചമ്മി ഐസാവുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ നമ്മുടെ മല്ലു എപ്പിസോഡ് മെയിൻ ചാനലിൽ വൺ പീസിന്റെ പുതിയ എപ്പിസോഡുകൾ അപ്ലോഡ് ആയിട്ടുണ്ട്. കൂട്ടുകാർ ഉറപ്പായിട്ടും ലൂഫിയെ കൂടെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.